വിജയം ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. അത് ഒരുപാട് കണ്ണീരിൻ്റെയും തോൽവിയുടെയും കാത്തിരിപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആകെത്തുകയാണ്. 12 വർഷം മുമ്പ് മൈക്ക് ആദ്യമായി കയ്യിൽ പിടിച്ചപ്പോൾ ഒരു നാൾ ഇത്രയും വേദികളിൽ നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കളിയാക്കിയവരുണ്ടായിരുന്നു, പരിഹസിച്ചവരുണ്ടായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര വലിയ വശമില്ലായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കോൺഫിഡൻറ്റ് കളയാതെ ഞാൻ നിൽക്കും. പണ്ടൊക്കെ ലാംഗ്വേജിന്റെ പ്രോബ്ലം കൊണ്ട് കുറേ വർക്കുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും എന്നെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, അവൾക്ക് ലാംഗ്വേജ് ഇല്ല എന്നൊക്കെ. അവസരങ്ങൾ നഷ്ടപ്പെട്ടു, പല വാതിലുകളും എൻ്റെ മുന്നിൽ അടഞ്ഞു. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ തീരുമാനിച്ചു, നിർത്തില്ല. ഓരോ അവസരവും ഒരു പഠനമായി കണ്ടു. ഓരോ തോൽവിയും അടുത്ത വിജയത്തിലേക്കുള്ള ഒരു പടിയായി മാറ്റി. റോഡ് ഷോകൾ, കോളേജ് പരിപാടികൾ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ചെറിയ അവസരങ്ങൾ, വെൽക്കം കേരളായിട്ടുള്ള യാത്ര, ഇതൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം വിവാഹവേദികളിലേക്കും കോർപ്പറേറ്റ് ഇവൻറ്റുകളിലേക്കും അവാർഡ് ഷോസിലേക്കും ചാനൽ പ്രോഗ്രാംസിലേക്കും ഞാൻ മാറി. ഇന്ന് ഞാൻ നിൽക്കുന്ന ഓരോ വേദിയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നം കാണാൻ ധൈര്യമുള്ളവർക്ക്, കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവർക്ക് വിജയം വൈകിയാലും വഴിതെറ്റില്ല. ഈ ഒരു വീഡിയോ വെഡിങ് വീഡിയോ ആങ്കറിങ് മാത്രമായിട്ട് കാണാനുള്ളതല്ല. വിശ്വാസം കൈവിടാതെ മുന്നോട്ട് നടന്ന ഒരു യാത്രയുടെ തെളിവ് കൂടിയാണ്. ഇത് കാണുന്ന നിങ്ങളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആളുകൾ നിങ്ങളെ വിശ്വസിക്കാതിരുന്നാലും പ്രശ്നമില്ല. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം ഒരു ദിവസം നിങ്ങൾ സംസാരിക്കുന്നതല്ല, നിങ്ങളെ യാത്രയായിരിക്കും ആളുകളെ പ്രചോദിപ്പിക്കുന്നത്. ഒരിക്കലും തോറ്റു കൊടുക്കാതിരുന്ന ഒരു പെൺകുട്ടിയുടെ യാത്രയിലെ മറ്റൊരു മനോഹര നിമിഷമാണ്. സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഒരു കാര്യം മാത്രം പറയാനുണ്ട്. ആളുകൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കൂ. ഒരു നാൾ നിങ്ങൾക്കായി തന്നെ വേദി കൈയടിക്കും. ഡ്രീം, ബിലീവ്, ഹാർഡ് വർക്ക്, നെവർ ഗിവ് അപ്പ്. യുവർ ടൈം വിൽ കം.